ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ LTM ചാനൽ. ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ദി അഡ്രസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചാപ്റ്റർ 2 പാർട്ടായിട്ടാണ് എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ പാർട്ട് കാണാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അത് കണ്ടിട്ട് പാർട്ട് 2 കാണേണ്ടതാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പാർട്ട് 1-ൽ നമ്മൾ എവിടെയാണ് നിർത്തിയിരുന്നത്? ഡോർലിങ്ങിനെ തിരക്കി നമ്മുടെ നറേറ്റർ അവരുടെ വീട്ടിൽ പോവുകയും അവർക്കറിയത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ച് ട്രെയിനിൽ വന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ നറേറ്റർ ഡോർലിങ്ങിനെ പറ്റിയും അവരുടെ അമ്മയെപ്പറ്റി ഓർക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. സോ നമുക്ക് നെക്സ്റ്റ് ലൈൻ വായിച്ചു തുടങ്ങാം. Afraid of being confronted with things that had belonged to her connection that no longer existed, which were hidden away in cupboards and boxes and waiting in vain until they were put back in their place again, which had endured all those years because they were things. അപ്പോൾ ഇവിടെ പറയുന്നത് കബോർഡിലും ബോക്സിലും ഒക്കെ ആയിട്ടായിരുന്നു ഈ സാധനങ്ങൾ ഇരുന്നത്. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഇൻ വെയിൻ എന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാതെ, ആ കാത്തിരിപ്പിന് അർത്ഥമില്ലാത്ത പോലെ ആകുക. ഈ സാധനങ്ങളൊക്കെ ഈ കബോർഡിലും ബോക്സിലും ഒക്കെ ഒരു അർത്ഥമില്ലാത്ത പോലെയായിരുന്നു ഇരുന്നത്. അതേപോലെ എൻജോയ്ഡ് എന്ന് വെച്ചാൽ റിയാക്ട് ചെയ്യാത്തത്, ജീവനില്ലാത്തത് കൊണ്ട് അത് റിയാക്ട് ചെയ്യില്ലല്ലോ. സോ അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ ബട്ട് ഗ്രാജുവലി എവറിത്തിങ് became more normal again. Bread was getting to be a lighter color. There was a bed you could sleep in unthreatened, a room with a view you were more used to glancing at each day. ഇവിടെ നമ്മുടെ നറേറ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം പഴയ പോലെ ആയി തുടങ്ങിയായിരുന്നു. യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണങ്ങൾ കിട്ടുന്നതെല്ലാം പഴയ പോലെ ആയി തുടങ്ങിയായിരുന്നു. യുദ്ധത്തിനെ പേടിച്ച് ഇനി അങ്ങനെ ഇരിക്കേണ്ട, സമാധാനത്തിലൊക്കെ കിടക്കാമെന്നത് ആയി എന്നാണ് നമ്മുടെ നറേറ്റർ ഇതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ ആൻഡ് വൺ ഡേ ഐ നോട്ടിസ്ഡ് ഐ വാസ് ക്യൂരിയസ് അബൌട്ട് ഓൾ ദ പൊസഷൻസ് ദാറ്റ് മസ്റ്റ് സ്റ്റിൽ ബി അറ്റ് ദാറ്റ് അഡ്രസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എല്ലാം നോർമലായി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി വിചാരിക്കുകയാണ് തൻ്റെ അവിടെയുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരുവാൻ ചിന്തിക്കുകയാണ്. ഐ വോണ്ടഡ് ടു സീ ദം, ടച്ച്, റിമെമ്പർ. അപ്പോൾ ഇവിടെ പറയാണ് എനിക്കത് കാണണം, തൊടണം എന്നൊക്കെ കരുതി. ആഫ്റ്റർ മൈ ഫസ്റ്റ് വിസിറ്റ് ഇൻ വെയിൻ ടു മിസ്സസ് ഡോർലിങ്സ് ഹൗസ് ഐ ഡിസൈഡഡ് ടു ട്രൈ എ സെക്കൻഡ് ടൈം. നമുക്കറിയാം ആദ്യത്തെ വട്ടം പോയപ്പോൾ ആ പോക്ക് വെറുതെ ആയിപ്പോയി. കാരണം മിസ്സസ് ഡോർലിങ് തിരിച്ചറിയാത്ത പോലെയാണ് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നറേറ്റർ രണ്ടാമത് വട്ടവും ഒന്നുകൂടെ പോകുവാൻ തീരുമാനിച്ചു. Now a girl of about 15 opened the door to me. I asked her if her mother was at home. ഇത്തവണ നമ്മുടെ നറേറ്റർ മിസ്സസ് ഡോർലിങ്ങിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു 15 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് ആ വാതിൽ തുറന്നത്. അപ്പോൾ തന്നെ നമ്മുടെ നറേറ്റർ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. നോ, ഷീ സെഡ്, മൈ മദേഴ്സ് ഡൂയിങ് ആൻ എറാൻഡ്. അപ്പോൾ ആ കുട്ടി പറയാണ് അമ്മ ഇവിടെ ഇല്ല. എറാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഷോപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അമ്മ ഒരു ചെറിയ ഷോപ്പ് നടത്തുന്നുണ്ട്, അവിടെയാണ്, ഇവിടെ ഇല്ല, ഇപ്പം ഇവിടെ ഇല്ല എന്ന് ഈ കുട്ടി നമ്മുടെ നറേറ്ററിനോട് പറയുകയാണ്. നോ മാറ്റർ, ഐ സെഡ്, ഐ വിൽ വെയിറ്റ് ഫോർ ഹെർ. അപ്പോൾ നമ്മുടെ നറേറ്റർ കുട്ടിയോട് പറയാം, സാരമില്ല, ഞാൻ അമ്മ വരുന്നിടം വരെ കാത്തു നിന്നോളാം എന്ന് പറയുന്നുണ്ട്. ഐ ഫോളോഡ് ദി ഗേൾ along the passage, an old-fashioned iron Hanukkah candle holder hung next to a mirror. നറേറ്റർ കുട്ടിയുടെ കൂടെ പാസേജ് വഴി നടന്നപ്പോൾ ഒരു പഴയ ഹനുക്ക എന്ന് വെച്ചാൽ ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ് അവിടെ കണ്ണാടിയുടെ അടുത്ത് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. വി നെവർ യൂസ്ഡ് ഇറ്റ് ബിക്കോസ് ഇറ്റ് വാസ് മച്ച് മോർ കംബർസം ദാൻ എ സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്ക്. അപ്പോൾ നറേറ്റർ മനസ്സിലാക്കി ഇത് അവരുടെ അമ്മയുടേതാണെന്ന്. എന്നിട്ട് ഈ കുട്ടിയോട് പറയുക, ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ് പോലെയല്ല ഇത്, ഭയങ്കര വെയിറ്റാണ്, ഭയങ്കര ഘനമാണ് ഇതിന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇവിടെ കംബർസം എന്ന് പറഞ്ഞാൽ ഹെവി, ബൾക്കി എന്നൊക്കെ പറയാം. ഒട്ടും കംഫർട്ടബിൾ അല്ല, അത് ഒത്തിരി അതിൻ്റെ വെയിറ്റ് കാരണം ഒട്ടും കംഫർട്ടബിൾ അല്ല. ഒരു സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്കിനെ പോലെ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നൊക്കെയാണ് പറയുന്നത്. വോണ്ട് യു സിറ്റ് ഡൗൺ, ആസ്ക്ഡ് ദ ഗേൾ. നിങ്ങൾ എന്താ ഇരിക്കാത്തതെന്ന് നറേറ്ററിനോട് ഈ കുട്ടി ചോദിക്കുന്നുണ്ട്.
She held open the door of the living room and I went inside past her. ഈ കുട്ടി എന്നിട്ട് ലിവിങ് റൂമിൻ്റെ കതക് തുറന്നു. നറേറ്ററും ആ കുട്ടിയുടെ കൂടെ പോയായിരുന്നു. ഐ സ്റ്റോപ്ഡ് ഹോറിഫൈഡ്. നറേറ്റർ അത് കണ്ട് അവിടെ പെട്ടെന്ന് ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ട് നിന്നുപോയി. കാരണം നറേറ്ററിൻ്റെ അമ്മയുടെ സാധനങ്ങളെല്ലാം ആ മുറിയിൽ വളരെ അലക്ഷ്യമായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നതാണ് നറേറ്ററിന് കാണാൻ സാധിച്ചത്. ഐ വാസ് ഇൻ എ റൂം ഐ ന്യൂ ആൻഡ് ഡിഡ് നോട്ട് നോ. ഇവിടെ നറേറ്റർ പറയുന്നു റൂം ഐ ന്യൂ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നറേറ്ററിൻ്റെ അമ്മയുടെ സാധനങ്ങളായിരുന്നല്ലോ ഇവിടെ മുഴുവനും. ഡിഡ് നോട്ട് നോ എന്ന് ഉദ്ദേശിക്കുന്നത് നറേറ്ററിനെ അറിയാത്ത ഒരു വീടാണല്ലോ. ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്ന വീട് നറേറ്ററിന് പരിചയമില്ലാത്തൊരു വീടാണ്. I found myself in the midst of things I did want to see again, but which oppressed me in the strange atmosphere. നറേറ്ററിന് അവരുടെ അമ്മയുടെ സാധനങ്ങൾ ഇങ്ങനെ വളരെ അലക്ഷ്യമായിട്ടിട്ടിരിക്കുന്ന കണ്ടിട്ട് ഒരുപാട് സങ്കടം തോന്നി നറേറ്ററിന്. അവരുടെ അമ്മയുടെ സാധനങ്ങൾ ഇങ്ങനെ ഒരു രീതിയിൽ കാണാൻ അവർക്കൊട്ടും ആഗ്രഹമില്ലായിരുന്നു. Or because of the tasteless way everything was arranged, because of the ugly furniture or the muggy smell that hung there, I don't know, but I scarcely dared to look around me. ഇവിടെ നറേറ്റർ ഒട്ടും സന്തോഷമില്ലായിരുന്നു ഇങ്ങനെ സാധനങ്ങളൊക്കെ കിടക്കുന്ന കണ്ടിട്ട്. അതോടെ തന്നെ ഒരു വല്ലാത്തൊരു ചീഞ്ഞ ഒരു നാറ്റവും വരുന്നുണ്ടായിരുന്നു ആ പരിസരത്ത്. അതുകൊണ്ടൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ട് തോന്നി നറേറ്ററിന്. The girl moved a chair. I sat down and stared at the woolen tablecloth. കുട്ടി നറേറ്ററിനോട് ഇരിക്കാൻ പറഞ്ഞു. ഒരു കസേരയൊക്കെ കൊടുത്തു. നറേറ്റർ അവിടെ ഇരുന്നപ്പോൾ അവിടെയുള്ള ഒരു ടേബിൾ ക്ലോത്ത് നറേറ്ററിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. I rubbed it. My fingers grew warm from rubbing. I followed the lines of the pattern. ഇവിടെ പറയുന്നത് നറേറ്റർ ഈ ടേബിൾ ക്ലോത്ത് കണ്ടിട്ട് വളരെ പരിചയമുള്ളതായിട്ടായിരുന്നു തോന്നിയത്. കാരണം അതും നറേറ്ററിൻ്റെ അമ്മയുടേതായിരുന്നു. Somewhere on the edge there should be a burn mark that had never been repaired. നറേറ്ററിന് ആ ടേബിൾ ക്ലോത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ബേൺ മാർക്ക് ഉണ്ടെന്ന് അറിയായിരുന്നു. അതവർ ഇതുവരെ നേരെയാക്കാനും ശ്രമിച്ചിട്ടില്ലെന്ന് നറേറ്റർ പറയുന്നു. My mother will be back soon, said the girl. I have already made tea for her. Will you have a cup? അപ്പോൾ കുട്ടി പറയുക അമ്മ ഉടനെ വരും, ഒരു കപ്പ് ചായ തരട്ടെ എന്ന് കുട്ടി നറേറ്ററിനോട് ചോദിക്കുന്നുണ്ട്. താങ്ക് യു പറയുന്നു. നമ്മുടെ നറേറ്റർ ചായ കിട്ടിയപ്പോൾ താങ്ക് യു പറയുകയാണ്. ഐ ലുക്ക്ഡ് അപ്പ്. ദ ഗേൾ പുട്ട് കപ്സ് റെഡി ഓൺ ദ ടേബിൾ. ഗേൾ കപ്പൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചു. ഷീ ഹാഡ് എ ബ്രോഡ് ബാക്ക് ജസ്റ്റ് ലൈക്ക് ഹെർ മദർ. ഷീ poured tea from a white pot and all it had was a gold border on the lid. I remembered. ആ കുട്ടിക്കും അവളുടെ അമ്മയെപ്പോലെ ഒരു ബ്രോഡ് ബാക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വെളുത്ത പോട്ടിൽ നിന്നാണ് ചായയൊക്കെ ഒഴിച്ചത്. ലിഡിൻ്റെ ഒരു സൈഡിൽ ഒരു ഗോൾഡൻ ബോർഡർ ഉണ്ടെന്ന് ഞാൻ ഓർക്കുന്നുവെന്ന് നറേറ്റർ പറയുകയാണ്. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇതിൽ നിന്ന്? ഈ സാധനങ്ങളെല്ലാം നറേറ്ററിൻ്റെ അമ്മയുടേത് തന്നെ ആയിരുന്നു. ഷീ ഓപ്പൺഡ് എ ബുക്ക് ആൻഡ് ടുക്ക് സം സ്പൂൺസ് ഔട്ട്. ഒരു പെട്ടി തുറന്ന് കുറേ സ്പൂണുകളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു ഈ കുട്ടി. That's nice box. I heard my own voice. It was a strange voice, as though each sound was different in this room. Oh, you know about them? She had turned round and brought me my tea. അപ്പോൾ കുട്ടി ചോദിക്കുക, ഓ നിങ്ങൾക്കിതൊക്കെ അറിയാമോ? എങ്ങനെ അറിയാമെന്ന് നറേറ്ററിനോട് ചോദിക്കുകയാണ്. She laughed. My mother says it is antique. We have got lots more. She pointed round the room. See for yourself. ഈ കുട്ടി നറേറ്ററിനോട് പറയുക, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ്, ഇനിയുമുണ്ട് എന്ന് പറഞ്ഞ് ഈ കുട്ടി ആ സാധനങ്ങൾ ഇരിക്കുന്ന റൂമിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നറേറ്ററിൻ്റെ അമ്മയുടെ സാധനങ്ങളാണ്, നമുക്കറിയാമല്ലോ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോർലിംഗ് നറേറ്ററിൻ്റെ വീട്ടിൽ ചെന്ന് സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് വരുന്ന കഥയൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനങ്ങളാണ് ഈ റൂമിലൊക്കെ ഇരിക്കുന്നത്.
Okay, next paragraph. I had no need to follow her hand. I knew which things she meant. നരേറ്റർ പറയുന്നു, എനിക്ക് എൻ്റെ സാധനങ്ങൾ കാണാൻ ആ കുട്ടിയുടെ ആവശ്യമില്ല, കാരണം അതൊക്കെ എൻ്റേതാണ്, എൻ്റെ അമ്മയുടേതാണ്. I just looked at the still life over the tea table. As a child, I had always fancied the apple on a pewter plate. ടീ ടേബിളിൻ്റെ അവിടെ ഒരു പെയിൻറ്റിങ് നറേറ്ററിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നറേറ്റർ ചെറുതായി ഇരുന്നപ്പോഴും എപ്പോഴും ആ പെയിൻറ്റിങ്ങിലുള്ള ആപ്പിളിനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ പ്യൂട്ടർ പ്ലേറ്റ് എന്നാൽ ഉദ്ദേശിക്കുന്നത് ഗ്രേ മെറ്റൽ മെയ്ഡ് ബൈ മിക്സിംഗ് ടിൻ ആൻഡ് ലെഡ്. ഒരു മെറ്റൽ ടൈപ്പിന് ഉള്ളൊരു പ്ലേറ്റാണ് പ്യൂട്ടർ പ്ലേറ്റ് എന്ന് പറയുന്നത്. വി യൂസ് ഇറ്റ് ഫോർ എവറിത്തിങ്, ഷീ സെഡ്. വൺസ് വി ഈവൻ എയ്റ്റ് ഓഫ് ദ പ്ലേറ്റ്സ് hanging there on the wall. I wanted to so much, but it wasn't anything special. I had found the burn mark on the tablecloth. നറേറ്ററിന് ഇതെല്ലാം അവരുടെ സാധനങ്ങളാണെന്ന് തന്നെ ഉറപ്പ് വന്നു. ടേബിൾ ക്ലോത്തിൻ്റെ അവിടെ ഒരു ബേൺ മാർക്കൊക്കെ നറേറ്ററിന് കാണാൻ സാധിച്ചു. The girl looked questioningly at me. നറേറ്റർ എല്ലാം വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടിട്ട് ഈ കുട്ടി വല്ലാതെ നോക്കി നിൽക്കുകയായിരുന്നു. കുട്ടിക്ക് ഭയങ്കര സംശയം തോന്നി, ഇതൊക്കെ എങ്ങനെ ഇയാൾക്കറിയാം എന്ന് കുട്ടി വളരെ സംശയത്തോടെ നിൽക്കുകയാണ്. യെസ്, ഐ സെഡ്, യു ഗെറ്റ് സോ യൂസ്ഡ് ടു ടച്ചിങ് ഓൾ ദീസ് ലവ്ലി തിങ്സ് ഇൻ ദ ഹൗസ്, യു ഹാർഡ്ലി ലുക്ക് അറ്റ് ദം എനി മോർ. യു ഓൺലി notice when something is missing because it has to be repaired or because you have lent it, for example. നറേറ്റർ ഈ കുട്ടിയോട് പറഞ്ഞ് വീട്ടിലുള്ള സാധനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അധികം അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. നമുക്കും അറിയാമല്ലോ, നമ്മുടെ വീട്ടിലുള്ള പല സാധനങ്ങളും നമ്മൾ പലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷേ അതൊക്കെ അവിടെ ഒന്ന് മിസ്സാകുമ്പോൾ, ഒന്നെങ്കിൽ നമ്മളത് ആർക്കെങ്കിലും കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ച് നമ്മൾ അവിടുന്ന് മാറ്റുമ്പോഴോ അവിടെ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുമ്പോഴേ നമ്മളത് ശ്രദ്ധിക്കത്തുള്ളൂ. അതേ എക്സാമ്പിളാണ് ഇവിടെ നറേറ്റർ ആ കുട്ടിയോടും പറയുന്നത്. Again I heard the unnatural sound of my voice and I went on. I remember my mother once asked me if I would help her polish the silver. നറേറ്റർ വീണ്ടും ഈ കുട്ടിയോട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഒരു തവണ എൻ്റെ അമ്മ എന്നോട് ഈ സിൽവർ പ്ലേറ്റ് പോലത്തെ ഇതൊക്കെ പോളിഷ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നറേറ്റർ കുട്ടിയോട് പറഞ്ഞ് സംസാരിക്കുകയാണ്. അതൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. ഇറ്റ് വാസ് എ വെരി ലോങ് ടൈം അഗോ ആൻഡ് ഐ വാസ് പ്രോബബ്ലി ബോർഡ് ദാറ്റ് ഡേ or perhaps I had to stay at home because I was ill, as she had never asked me before. ഇവിടെ നറേറ്റർ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. ഈ വസ്തുവകകളെല്ലാം തൻ്റേതാണെന്നും അതുപോലെ തന്നെ തനിക്ക് വയ്യാതിരുന്ന ദിവസം വീട്ടിൽ തന്നെ ആയിരുന്നു, അപ്പോഴാണ് അമ്മ തന്നോട് അതൊക്കെ പോളിഷ് ചെയ്യാൻ പറയുന്നതെന്നും ഈ കുട്ടിയോട് പറയുകയാണ്. I asked her which silver she meant and she replied, surprised, that it was the spoons, forks and knives of course. ആ കുട്ടി നറേറ്ററിൻ്റെ അവരുടെ കയ്യിലുള്ള സ്പൂണും ഫോർക്കും ഒക്കെ കാണിച്ചു കൊടുത്തു. ആൻഡ് ദാറ്റ് വാസ് എ സ്ട്രേഞ്ച് തിങ്, ഐ ഡിഡൻറ്റ് നോ ദ കട്ട്ലറി വി എയ്റ്റ് ഓഫ് എവറി ഡേ വാസ് സിൽവർ. നറേറ്റർ വളരെ അതിശയമായി തോന്നി. താൻ എന്നും കഴിച്ചുകൊണ്ടിരുന്നത് സിൽവർ കൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ നിന്നാണല്ലോ എന്ന് ഓർത്ത്. ആ കുട്ടിക്കും അറിയില്ലായിരുന്നു അതിനെപ്പറ്റി. കട്ട്ലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂർച്ചയുള്ള എല്ലാ സാധനത്തിനെയും കട്ട്ലറി, അതായത് ഈ കത്തി, ഫോർക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കട്ട്ലറി എന്ന് ഉദ്ദേശിക്കുന്നത്. The girl laughed again. I bet you don't know it is either. I looked intently at her. ഇതൊക്കെ കേട്ടിട്ട് ഗേൾ ചിരിച്ചപ്പോൾ നമ്മുടെ നറേറ്റർ പറയുന്നുണ്ട്, ഈ കാര്യം നിനക്കും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നറേറ്റർ ആ കുട്ടിയെ നോക്കി നിൽക്കുകയാണ്. What we eat with, she asked. Well, do you know? She hesitated. കുട്ടിക്കും അത് അറിയണമെന്നുണ്ടായിരുന്നു. താൻ കഴിച്ചതും സിൽവർ പോളിഷ് ചെയ്ത പാത്രത്തിൽ നിന്നാണോ എന്ന് കുട്ടിക്കും അറിയാനൊരു ആകാംക്ഷയുണ്ടായിരുന്നു. She walked to the sideboard and wanted to open a drawer. I look. It's in here. I jumped up. സോ ആ കുട്ടി അവിടെയുള്ള ഒരു ഡ്രോയർ തുറന്നു. ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. നറേറ്ററും ആ കുട്ടിയുടെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നു. I was forgetting the time
I must catch my train. നറേറ്റർ പറഞ്ഞു, എൻ്റെ സമയം പോലും ഞാൻ ഓർക്കുന്നില്ലായിരുന്നു, എൻ്റെ ട്രെയിൻ എനിക്ക് കിട്ടുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. She had her hand on the drawer. Don't you want to wait for my mother? ആ കുട്ടി തൻ്റെ കൈ ഡ്രോയറിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മുടെ നറേറ്ററിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ അമ്മ വരുന്നത് വരെ കാത്തു നിൽക്കില്ലേ എന്ന്. No, I must go. I walked to the door. The girl pulled the drawer open. I can find my own way. As I walked down the passage, I heard the jingling of spoons and forks. സോ നമ്മുടെ നറേറ്റർ വീടിന് പുറത്തേക്ക് വരുമായിരുന്നു. ആ സമയം കുട്ടി സ്പൂണും ഫോർക്കുമുള്ള ഡ്രോയർ തുറക്കുന്ന ശബ്ദം നറേറ്റർ കേട്ടു. At the corner of the road, I looked up at the nameplate. Marconi Street, it said. I had been at number 46. The address was correct. അങ്ങനെ ഒന്നുകൂടെ നറേറ്റർ ആ വീടിൻ്റെ നെയിം പ്ലേറ്റ് നോക്കി. അഡ്രസ്സ് കറക്റ്റ് ആയിരുന്നു, താൻ വന്നത് ശരിയായ സ്ഥലത്താണെന്നും നറേറ്റർ മനസ്സിലാക്കി. But now I didn't want to remember it anymore. I wouldn't go back there because the objects that are linked in your memory with the familiar life of former times instantly lose their value when severed from them you see them again in strange surroundings. നറേറ്റർ പറയുന്നു, ഇനി എനിക്ക് ഒരിക്കൽ പോലും അവിടേക്ക് പോകാൻ താല്പര്യമില്ല. കാരണം തൻ്റേതും തൻ്റെ അമ്മയുടെയും സാധനങ്ങളെല്ലാം അങ്ങനെ അലക്ഷ്യമായി ഇട്ടിരിക്കുന്നത് കാണാൻ താല്പര്യം തോന്നിയില്ല. അതുപോലെ തന്നെ വീണ്ടും പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വന്നു പോകുമെന്ന് ഓർത്തതുകൊണ്ട് നറേറ്ററിന് വീണ്ടും അവിടേക്ക് പോകണമെന്ന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. And what should I have done with them in a small rented room where the shreds of blackout paper still hung along the windows and no more than a handful of cutlery fitted in the narrow table drawer? ഇപ്പോൾ നമ്മുടെ നറേറ്റർ താമസിക്കുന്ന ഒരു ചെറിയൊരു വാടക വീട്ടിലാണ്. അവിടെ ഡ്രോയർ ഫില്ല് ചെയ്ത് ഡ്രോയറിനകത്ത് കുറേ സ്പൂൺസൊക്കെ ഇപ്പോൾ തന്നെ അവർ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിലാസം ഇനിയും എനിക്ക് ഓർത്തിരിക്കേണ്ട എന്നും അവരിൽ നിന്ന് ഈ ഡോർലിംഗ് എടുത്തുകൊണ്ട് പോയ സാധനങ്ങളും വേണ്ട എന്നും ഈ നറേറ്റർ പറയുകയാണ്. I resolved to forget the address. Of all the things I had to forget, that would be the easiest. I resolved എന്ന് വെച്ച് കഴിഞ്ഞാൽ I decided, തീരുമാനിച്ചു. സോ നറേറ്റർ തീരുമാനിച്ചു ആ വിലാസം എനിക്ക് മറക്കണമെന്ന്. വിലാസം ഏതാണെന്ന് നമുക്കറിയാമല്ലോ, മാർക്കോണി സ്ട്രീറ്റ് നമ്പർ 46. ആ വിലാസം എനിക്ക് മറക്കണമെന്ന് നമ്മുടെ നറേറ്റർ തീരുമാനിച്ചു. ഏറ്റവും എളുപ്പവും ഈ വിലാസം മറക്കുന്നതാണെന്ന് നമ്മുടെ നറേറ്റർ നമ്മളോട് പറയണേ. എൻ്റെ അമ്മ ജീവനോടെ ഇല്ല, അതുകൊണ്ട് അമ്മയുടെ പഴയ സാധനങ്ങൾ കൊണ്ടുവന്ന് പഴയ ഓർമ്മകളെല്ലാം പുതുക്കുവാൻ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു ഈ നറേറ്റർ നമ്മളോട് പറയുകയാണ്. സോ നമ്മൾ ഈ കഥയിൽ എന്താണ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു യുദ്ധം സംഭവിച്ചു കഴിഞ്ഞിട്ട് മനുഷ്യരെങ്ങനെയാണ് അവിടെ ഓവർകം ചെയ്യുന്നു, എങ്ങനെ അവിടെ ജീവിക്കുന്നു എന്നൊക്കെ കാണിച്ചു തരികയാണ്. യുദ്ധസമയത്ത് നറേറ്ററിൻ്റെ സാധനങ്ങളെല്ലാം നഷ്ടമായി. പിന്നീട് അത് അവർ അന്വേഷിച്ചു പോകുമ്പോൾ അവിടെ ഡോർലിംഗ് എന്ന് പറയുന്ന ഒരാൾ ഇവരെ കണ്ടിട്ട് ഒട്ടും മനസ്സിലാകാത്ത രീതിയിൽ അവരോട് പെരുമാറുന്നു. പിന്നീട് അവർ ആ സാധനങ്ങളെല്ലാം വിട്ട് അതൊന്നും എടുക്കാതെ തിരിച്ചു വരികയാണ്. ഇതൊക്കെയാണ് ഈ കഥയുടെ സമ്മറി എന്ന് തന്നെ പറയാം. സോ ഇവിടെ ഈ ചാപ്റ്റർ തീരുകയാണ്. ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ക്ലാസ്സിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമ്മളതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു for watching my video. Do support, share and subscribe our channel.